കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ. തിരുവനന്തപുരത്തും മറ്റ് എത്രയോ പഴയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴയ ക്ഷേത്രങ്ങൾ. എന്തുകൊണ്ട് എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രം തിരഞ്ഞെടുത്തു? എന്താണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും അക്കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കിയിരുന്നത്? ഇന്ന് തിരുവനന്തപുരത്തുകാർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒരു കാലത്ത് ഭരിച്ചിരുന്നത് രാജാവോ രാജ്ഞിയോ ഒന്നുമല്ലായിരുന്നു, സാക്ഷാൽ ദൈവം തന്നെയായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ 5WH മെത്തേഡിൽ അഥവാ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ എല്ലാം ചർച്ച ചെയ്യുന്നു. നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത്, ഒരുപക്ഷെ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഉയർത്തിയ ഒരു ക്ഷേത്രമുണ്ട്. ഇന്ന് വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമ്മൾ പലർക്കും അന്യമാണ്. നമുക്ക് നിലവറകളെക്കുറിച്ച് അറിയാം, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, അതിൻ്റെ കഥ എത്ര പേർക്കറിയാം? നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്സാക്റ്റ് ദിവസമോ ഒരുപക്ഷെ വർഷമോ ഒന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. അത്രത്തോളം പഴക്കമേറിയ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. മതിലകം രേഖകൾ പ്രകാരം കലിയുഗത്തിൻ്റെ ആദ്യ ദിവസമാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അത് എന്ന് വെച്ചാൽ ഏകദേശം 5000 വർഷം മുമ്പ്. ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര കഥയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കഥയുണ്ട്. ദിവാകര മുനി എന്നറിയപ്പെടുന്ന ഒരു തുളു ബ്രാഹ്മണൻ്റെ കൂടെ വിഷ്ണു ഒരു കുഞ്ഞു കുട്ടിയുടെ രൂപത്തിൽ നടക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ കുസൃതികളാൽ സമൃദ്ധിയായ കുട്ടി ഒരു ദിവസം ദിവാകര മുനിയുടെ ഒരു സാളഗ്രാമം വിഴുങ്ങുകയാണ്. സാളഗ്രാമം എന്നാൽ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കിട്ടുന്ന ഒരു റോക്ക് കട്ടിങ്സ് ആണ്. ഒരു റോക്ക് കട്ടിങ്സ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി അതിനെ എത്രത്തോളം വ്യത്യസ്തമാക്കുന്നത്, അത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ആയി സാമ്യമുള്ള ഒരുതരം കാർവിങ്സ് അതിലുണ്ട്. അതുകൊണ്ടാണ് അത് എത്രത്തോളം വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പുണ്യമായി എല്ലാവരും കരുതിയിരുന്നു. ഇതാ കുട്ടി വിഴുങ്ങുകയാണ്. ഇതിൽ കോപിഷ്ഠനായ മുനി കുട്ടിയെ വഴക്കു പറഞ്ഞുവെന്നും കുട്ടിയെ തൻ്റെ ഇടത് കൈകൊണ്ട് അടിച്ചുവെന്നും ഒക്കെ കഥകൾ പോകുന്നു. എന്തായാലും ദിവാകര മുനി കുട്ടിയെ ദേഷ്യം വന്ന് എന്തൊക്കെയോ ചെയ്തു. അതിനാൽ കുഞ്ഞ് വിഷ്ണു അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് വിഷ്ണു ദൈവം മുനിയോടൊരു കാര്യം പറഞ്ഞു. എന്നെ ഇനി കാണണമെങ്കിൽ താങ്കൾ അനന്തൻ കാട്ടിൽ വരണം. അനന്തൻ കാടോ? അതെന്താണ്? മുനി ചിന്തിച്ചു. ആദ്യം മുനി വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല എന്ന്. പക്ഷേ കുറച്ച് നാളുകളുടെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനൊരു സ്ഥലമുണ്ട്. അദ്ദേഹം അവിടത്തേക്കെത്തി, അനന്തൻ കാട്ടിലെത്തി. അവിടെ അദ്ദേഹം കണ്ടത് ഭയങ്കര വലിയ വലിപ്പമേറിയ ഒരു അനന്തശയനം രൂപത്തിലുള്ള ഒരു വിഗ്രഹമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് മുഴുവൻ കാണാൻ സാധിച്ചില്ല, അത്രയും വലിപ്പമേറിയ ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് അദ്ദേഹം ദൈവത്തിനോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ യോഗദണ്ഡിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിലേക്ക് ചെറുതാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയും എന്ന് പറഞ്ഞു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ ദിവാകര മുനിയുടെ യോഗദണ്ഡിൻ്റെ 3 ഇരട്ടി വലിപ്പം മാത്രമുള്ള ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. ഇന്നും നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ കഴിയുന്ന അനന്തശയനം രൂപം ഇതുതന്നെയാണ്. ഇത് 3 ഇരട്ടി രൂപം എന്ന് പറയുമ്പോൾ ചെറുതാണ് എന്ന് കരുതരുത്. 18 അടി നീളമുണ്ട് ഇതിന്. ഒറ്റ വാതിൽ കൂടെയല്ല, 3 വാതിലുകൾ കൂടെ നോക്കിയാൽ മാത്രമേ ആ രൂപം മുഴുവനായി കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അമ്പലം വളർന്നിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് കാണുന്ന രൂപത്തിലേ അല്ലായിരുന്നു അമ്പലം. നാം കാണുന്ന രൂപത്തിലേക്ക് അമ്പലം മാറ്റിയെടുത്തത് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. 1686 ഒരു വലിയ തീപിടുത്തത്തിൽ അമ്പലം ഏകദേശം കത്തി നശിച്ചു, വിഗ്രഹമൊഴിച്ച്. അവിടെ നിന്ന് വിഗ്രഹവും അമ്പലവും എല്ലാം
ഇന്ന് കാണുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാനാണ്. ഇന്ന് കാണുന്നതിൽ നമുക്ക് കണ്ടാലറിയാം, ഒരു ദ്രാവിഡൻ ആർക്കിടെക്ചറാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളത്. സൗത്ത് ഇന്ത്യയിലെ മിക്ക അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ഒരു ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ആ ഒറിജിനൽ വിഗ്രഹം, അഥവാ അമ്പലത്തിൽ ഇന്ന് പോയാൽ കാണാൻ കഴിയുന്ന വിഗ്രഹം കല്ലിൻ്റെ പ്രതിമയാണ് എന്നാണ്. എന്നാൽ അതല്ല. അമ്പലത്തിൽ വ്യത്യസ്തമാക്കുന്ന ഒരു രീതിയും അതും ഒരു വലിയ ഘടകമാണ്. കടും ശർക്കര കൂട്ട് എന്നൊരു രീതിയിലാണ് അമ്പലത്തിലെ പ്രധാന വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു കൽ വിഗ്രഹമല്ല. കടും ശർക്കര കൂട്ടെന്നാൽ പലതരം ഔഷധ ചെടികളുടെ, പലതരം നദികളുടെ ജലം, പലതരം മരങ്ങളുടെ സത്ത് തുടങ്ങിയവ കൂട്ടിച്ചേർത്ത് അത് സാളഗ്രാമം ഉപയോഗിച്ചാണ് അത് ഇന്ന് കാണുന്ന വിഗ്രഹത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അഭിഷേകം പോലുള്ള ചില വഴിപാടുകൾ ചെയ്യാറില്ല. അത് മറ്റൊരു വിഗ്രഹത്തിലാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വരുന്നത് അമ്പലത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉറ്റുനോക്കിയ കാര്യത്തിലേക്കാണ്. നിലവറകൾ, എ നിലവറ, ബി നിലവറ, സി നിലവറ, ഡി നിലവറ തുടങ്ങിയ നിലവറകൾ. പക്ഷേ ഇതെല്ലാം സുപ്രീം കോടതിയുടെ ഓഡിറ്റിന് വേണ്ടി കൊടുത്ത പേരുകളാണ്. എ, ബി, സി, ഡി തുടങ്ങിയവ. ഇതിനെല്ലാം ശരിക്കും ചരിത്രത്തിൽ മറ്റു പേരുകളാണ്. എ നിലവറ അഥവാ ഭണ്ഡാരവക നിലവറ, ബി നിലവറ അഥവാ ഭരതഗോൺ നിലവറ, സി നിലവറ അഥവാ ബാസർഗോൺ നിലവറ, ഡി നിലവറ അഥവാ നിത്യാദിയറ. പിന്നെ 2 സ്ട്രോങ് റൂംസുമാണുള്ളത്. സി നിലവറയും ഡി നിലവറയും വർഷത്തിൽ 2 പ്രാവശ്യം വരുന്ന ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് വേണ്ടി തുറക്കുകയും അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുകയും അതിനുശേഷം അത് തിരികെ വലിച്ച് അടയ്ക്കുകയും ചെയ്യും. എന്നാൽ ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ച ഇത് കണ്ടുപിടുത്തം വന്നത് എ നിലവറ തുറന്നപ്പോഴാണ്. 2011 സുപ്രീം കോടതിൻ്റെ ഓർഡർ പ്രകാരം എ നിലവറ തുറന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഒരു സീരീസ് ഓഫ് ഡോർസ് ആയിരുന്നു. ആദ്യം ഒരു ഗ്രില്ലിൻ്റെ ഡോർ, രണ്ടാമതൊരു വുഡൻ ഡോർ, മൂന്നാമത് അവരെത്തിയപ്പോൾ അവർ വിചാരിച്ചു അവിടെ വെച്ച് തീർന്നു എന്ന്. പക്ഷേ അല്ലായിരുന്നു, അതൊരു കൽ വാതിലായിരുന്നു. 6 വലിയ മല്ലന്മാരെ വിളിച്ചിട്ടാണ് അവർക്കതൊന്ന് അനക്കാനും തുറക്കാനും കഴിഞ്ഞത്. അതിനകത്ത് മൊത്തം ഇരുട്ടായിരുന്നു. താഴോട്ട് പോകുന്ന ചില പടികൾ മാത്രം. പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ അവരാരും തയ്യാറായില്ല, കാരണം അവിടെ ഓക്സിജൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഓക്സിജൻ ആദ്യം സ്പ്രേ ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരവിടെ കണ്ടത് ചരിത്രം മാറ്റി എഴുതിയ കോടാനുകോടി രൂപ വില മതിക്കുന്ന സ്വത്തുക്കളായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഒരു പക്ഷെ നമ്മളെല്ലാം മറന്നു പോകുന്നൊരു കാര്യം, ഇതിനെ സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു കല്ലുകളുടെയോ ഒന്നും വിലകളല്ല. ഇതിൻ്റെ എല്ലാം ചരിത്ര പ്രാധാന്യമാണ് ഇതിന് മറ്റൊരു തരം ഒരു വാല്യൂ ആഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സോഴ്സസ് പ്രകാരം അവിടെ ഗ്രീക്ക്, അറബ്, റോമൻ, നെപ്പോളിയൻ്റെ കാലം മുതലുള്ള പലതരം കോയിൻസും വസ്തുക്കളും ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം എന്നൊരു ട്രേഡിംഗ് സൊസൈറ്റി ആയിരുന്നു. ചൈനയും അറബും യൂറോപ്പ് വരെ കേരളം കച്ചവടം ചെയ്തിരുന്നു. അതെല്ലാം യൂറോപ്പുകാർ നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് എന്നോർക്കണം. പിന്നെ ഉണ്ടാവുന്നൊരു വലിയൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ, എന്തുകൊണ്ട് ഇത്രയും ചെറിയ ഒരു രാജ്യമായിരുന്ന തിരുവിതാംകൂറിന് ഇത്രയും വലിയ സ്വർണ്ണ നിധിശേഖരമുണ്ടായി? നല്ലൊരു ചോദ്യമാണ്. അതിന് കാരണങ്ങളായി പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്, അഥവാ ഒരുപാട് സ്പെക്കുലേഷൻസും ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം പറയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ അതിർത്തികൾ വലുതാക്കുമ്പോൾ, കന്യാകുമാരി മുതൽ കൊച്ചി വരെ ഉള്ള അതിർത്തികൾ വലുതാക്കിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും
പല സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തുകയും അവിടെ നിന്നുമെല്ലാം സ്വത്തുവകകളും എല്ലാം തലസ്ഥാന നഗരിയായ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരികയും അതെല്ലാം അമ്പലത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു? മറ്റെവിടെയോ നല്ല നല്ല പാലസുകൾ ഉണ്ടായിരുന്നല്ലോ. കൊട്ടാരങ്ങൾ, എത്രയോ ചെറിയ കൊട്ടാരങ്ങൾ, വലിയ കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ച് തിരുവിതാംകൂറിലുണ്ട്. അവിടെ ഒന്നും സൂക്ഷിച്ചില്ല. അതിനും കാരണമുണ്ട്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക നിധിശേഖരങ്ങളും അമ്പലങ്ങളിലേക്കാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. കാരണമുണ്ട്. കാരണം മറ്റൊരു രാജാവ് ഈ സ്ഥലം കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം കൊള്ളയടിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കൊള്ളയടിച്ചാൽ നിധിശേഖരമില്ലാതെയോ. അതുകൊണ്ട് ഏറ്റവും സേഫ് പ്ലേസ് അമ്പലം തന്നെയാണ്. കാരണം അമ്പലത്തിൽ കൊള്ളയടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൊള്ളയടിക്കുന്നത് സാക്ഷാൽ ഭഗവാനെയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പേടിക്കും. അതുകൊണ്ടാണ് അമ്പലം എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അഥവാ ക്ഷേത്രങ്ങളിൽ ഇത്തരം നിധിശേഖരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ കാരണം. അത് ഒരു കാരണം മാത്രം. മറ്റൊരു കാരണം നമുക്കെല്ലാം അറിയാം. തൃപ്പടിദാനം. 1750 അനേഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ താൻ സ്ഥാനമാറ്റം ചെയ്ത് സാക്ഷാൽ ഭഗവാനെ തന്നെ അവിടെ രാജാവായി പ്രതിഷ്ഠിച്ചു. അതായത് പിന്നെ അങ്ങോട്ട് താൻ ഉൾപ്പെടെയുള്ള 13 രാജാക്കന്മാർ ഭരിച്ചത് പത്മനാഭദാസന്മാരായിട്ടാണ്. അവരാരും തന്നെ രാജാക്കന്മാരെന്ന് അവരെ വിളിച്ചിരുന്നില്ല. പത്മനാഭദാസന്മാരായാണ് അവർ കണ്ടത്. നാട് അഥവാ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് ശ്രീ പത്മനാഭനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശിയും ശ്രീ പത്മനാഭൻ തന്നെയായിരുന്നു. മറ്റൊരു കാരണം എന്ന് പറയുന്നത് എല്ലാ രാജാക്കന്മാരുടെയും പിറന്ന നാളിൻ്റെ അന്ന് അമ്പലത്തിലേക്ക് ഒരു തുക സംഭാവന ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കുന്ന ഏതൊരാളും ഒരു തുക അമ്പലത്തിലേക്ക് നൽകണമെന്നുണ്ടായിരുന്നു. കാരണം ശ്രീ പത്മനാഭനാണല്ലോ രാജാവ്. ഇന്നത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവറ മാത്രമേ തുറന്നിട്ടുള്ളൂ. എങ്കിൽ തന്നെ ഏകദേശം 1,20,000 കോടി രൂപയുടെ ആസ്തി, അതും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഒന്നും തന്നെ കാൽക്കുലേറ്റ് ചെയ്യാതെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബി നിലവറ ഏറ്റവും കൂടുതൽ നിഗൂഢതകൾ കൊണ്ട് നിറഞ്ഞ കഥകളും അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്പെക്കുലേഷൻസുമുള്ള നിലവറ. ബി നിലവറയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റിയുണ്ട്. ഒരു കഥ ഇങ്ങനെ പോകുന്നു. നാഗബന്ധം പൂട്ടിയ നിലവറയാണ് ബി നിലവറ എന്നും അതിനെ തുറക്കണമെങ്കിൽ മഹാഗരുഡ മന്ത്രം എന്നൊരു മന്ത്രം വേണമെന്നും അതൊരു പ്രത്യേക താളത്തിൽ ചൊല്ലിയാൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ എന്നും, എന്നാൽ ആ മന്ത്രം അറിയുന്ന ഒരാൾ പോലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്നും ഒക്കെയാണ് കഥകൾ. എന്നാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നു ബി നിലവറ അവർ തുറക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് 3 പൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പൂട്ട് അവർ തുറന്നു, രണ്ടാമത്തെ പൂട്ട് അവർ തുറന്നു, മൂന്നാമത്തെ പൂട്ട് അവർക്ക് തുറക്കാൻ സാധിച്ചില്ല. കാരണം തുരുമ്പായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോഴത്തേക്കും സ്റ്റേ ഓർഡർ കിട്ടുകയും ബി നിലവറ എന്നേക്കുമായി അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ മറ്റു ചിലർ പറയുന്നു ബി നിലവറ തുടർന്നാൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരം, കേരളവും എല്ലാം വെള്ളത്തിനടിയിലേക്ക് പോകുമെന്നും അത് ശംഖുമുഖത്തേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് എന്നും ഒക്കെ മറ്റു ചിലർ പറയുന്നു. എന്നാൽ കുറേ പേർ പറയുന്നു ഇന്നുവരെ ബി നിലവറ തുറന്നിട്ടില്ല എന്ന്. എന്നാൽ കുറച്ച് ഹിസ്റ്റോറിയൻസ് പറയുന്നത് 7 മുതൽ 9 തവണ വരെ പണ്ട് കാലങ്ങളിൽ ബി നിലവറ തുറന്നിരുന്നു എന്നും അത് ഉപയോഗിച്ചിരുന്നു എന്നും അതിൻ്റെ കണക്കുകളുണ്ട് എന്നും ഒക്കെയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, ബി നിലവറ തുറന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടിട്ടുള്ള അവസാന ആൾ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ 2013 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. അതിനർത്ഥം ഇന്ന് ലോകത്ത് ബി നിലവറ തുറന്നിട്ടുള്ളതിൽ ബി നിലവറയുടെ കണ്ടിട്ടുള്ള ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. അതായത് അത് ഇന്നും ഒരു നിഗൂഢതയുടെ കഥകളുടെ നിലവറയായി അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇതുമാത്രമല്ല, ലോകത്ത് തുറക്കാത്ത വേറെയും പല കഥകളുണ്ട്. പക്ഷേ
അത് മറ്റൊരു എപ്പിസോഡിലേക്കുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും എല്ലാം ഞങ്ങളിലേക്ക് എത്തിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് എത്തിക്കണമെങ്കിൽ അതിനുള്ള ലിങ്കുമുണ്ട്. സോ നിങ്ങളുടെ സജഷൻസാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നന്ദി, നമസ്കാരം.